ഇനി ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണെന്ത്? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സിൻസ് wants are unlimited and resources are limited, it is called as scarcity. ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് എന്ന് പറയുന്നത് scarcity. As there is scarcity of resources and wants are unlimited, economy has to make a choice on. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ഐസ്ക്രീമും ജ്യൂസും ചൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ചോയ്സ് ആയിരുന്നു. അതുപോലെ ഇക്കോണമിക്കും ചോയ്സ് നടത്തേണ്ടതായിട്ട് വരും. ബിക്കോസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ജനങ്ങൾക്ക് വേണ്ട എല്ലാ വാണ്ട്സും കൊടുക്കാൻ ഇക്കോണമിക്ക് കഴിയില്ല. ജനങ്ങൾക്ക് ഒരുപാട് വാണ്ട്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ വാണ്ട്സിന് കഴിയുന്നില്ല. അപ്പൊ പിന്നാണ് ഇക്കോണമിയുടെ കാര്യം പറയാൻ. അതിനുള്ള റിസോഴ്സ് ആണെങ്കിലോ ലിമിറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് ഒരുപാട് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കൊണ്ട് നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം, റിസോഴ്സ് ലിമിറ്റഡും വാണ്ട്സ് അൺലിമിറ്റഡും ആയതുകൊണ്ട് ഇക്കോണമി ഹാസ് ടു മേക്ക് എ ചോയ്സ് ഓൺ 3 things. 3 കാര്യങ്ങളിൽ ചോയ്സ് നടത്തണം. എന്തൊക്കെയാണത്? വാട്ട് ടു പ്രൊഡ്യൂസ്. ഇപ്പൊ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, സെൻട്രൽ പ്രോബ്ലം, ഒന്നാമത്തെ പ്രശ്നമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. എന്ത് ഉത്പാദിപ്പിക്കണം? കുറെ പേർക്ക് ലക്ഷറി ഐറ്റംസ് വേണം, കുറെ പേർക്ക് വളരെ നെസസറി ഐറ്റംസ് വേണം. എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത്? വെദർ ടു പ്രൊഡ്യൂസ് നെസസറി ഐറ്റംസ് ഓർ ലക്ഷറി ഐറ്റംസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെയുള്ളൊരു ചോയ്സ് ആണ് ഒന്നാം. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് ഒരു പ്രശ്നം, അതിൽ തന്നെ ഒരു ചോയ്സ് ആണ് എന്ത്? നെസസറി ഐറ്റംസ് വേണോ, ലക്ഷറി ഐറ്റംസ് വേണോ? വേറെ ഒരുപാട് ചോയ്സുകൾ ഇക്കോണമി ഇക്കോണമി ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, അപ്പൊ ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തെ പ്രശ്നം ഹൗ ടു പ്രൊഡ്യൂസ്. ഇതിന് എങ്ങനെ ഉത്പാദിപ്പിക്കണം? കൂടുതൽ ലേബറേഴ്സിനെ ഉപയോഗിക്കണോ? കൂടുതൽ ലേബറേഴ്സിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നത് ലേബർ ഇന്റൻസീവ്, യൂസിങ് മോർ ലേബറേഴ്സ്. അതോ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കണോ, മെഷീൻസ് ഉപയോഗിക്കണോ? അതിന് പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ ഇന്റൻസീവ്, യൂസിങ് മോർ ക്യാപിറ്റൽ അല്ലെങ്കിൽ മെഷീനറി. ഇത് ഏത് ഉപയോഗിക്കണം എന്നുള്ള അടുത്ത ചോയ്സ്. മൂന്നാമത്തെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടിയാണ് ഉത്പാദിപ്പിക്കേണ്ടത്? വെദർ ടു പ്രൊഡ്യൂസ് ഫോർ ദ റിച്ച് ഓർ ഫോർ ദ പുവർ. സാധാരണക്കാരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഉത്പാദനം നടത്തേണ്ടത്, അതോ പണക്കാർക്ക് വേണ്ടിയിട്ടാണോ? എല്ലാ ഇക്കോണമീസും ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലംസിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഇതിനുള്ള കാരണം എന്താണ്? സ്കേഴ്സിറ്റി ആണ്. സ്കേഴ്സിറ്റി എന്ന് പറയുന്നതാണ് റിസോഴ്സ് ആർ ലിമിറ്റഡ് ആൻഡ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ദ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് and the distribution of the final goods and services are the central problems of an economy. അപ്പോൾ ഈ റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ? പണക്കാരനും പാവപ്പെട്ടവനും ലക്ഷറി, നെസസറി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മളിത് പലയിടത്തേക്കും വിഭജിച്ച് കൊടുക്കേണ്ടത്? അതുപോലെ തന്നെ ഇതിന് ഉണ്ടാവുന്ന ഫൈനൽ പ്രൊഡക്റ്റ്, നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കലാണ് എന്ത്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ സെൻട്രൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ഡിഫറെന്റ് ഇക്കോണമീസ് ഇത് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. മെയിൻ ആയിട്ട് 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ആണുള്ളത്: പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച്. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും നിങ്ങളോട്. ബേസിക് ആയിട്ട് 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ആണുള്ളത്. ഇത് ഓരോ ടൈപ്പ് ഇക്കോണമീസും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച് ആണ് മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇത് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ഇക്കോണമീസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയാണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. Economic activities organized differently in different type of economies. Different type of economies ഈ economic activities different type ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ all economic activities are organized by central authority or government. ഇവിടെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇക്കോണമിയിൽ എല്ലാ ഡിസിഷൻസും, ഈ പറയുന്ന ഇക്കണോമിക് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഇവിടുത്തെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പബ്ലിക് പ്രോപ്പർട്ടി. എല്ലാ പ്രോപ്പർട്ടിയും, എല്ലാ സ്വത്തും ഗവൺമെന്റിൻ്റെതാണ്. 2, ഗവൺമെന്റ് കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം പ്രൈവറ്റ് പാർട്ടീസിനെ പോലെയുള്ള ഗവൺമെന്റ് കാര്യങ്ങൾ നടത്തുകൊണ്ട് അവിടുത്തെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെൽഫെയർ ആണ്, ക്ഷേമമാണ്, ജനങ്ങളുടെ ക്ഷേമമാണ് അവരുടെ ഉദ്ദേശം. മൂന്നാമത്തെ കാര്യം there is a central plan. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് അവിടെ ഒരു സെൻട്രൽ പ്ലാൻ ഉണ്ടാവും. അവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും എല്ലാത്തിനും.
എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവർക്ക് നമ്മൾ ഈ പറയില്ല പഞ്ചവത്സര പദ്ധതികൾ എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള പ്ലാനുകൾ ഉണ്ടാവും അവർക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിനും ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടി, മറ്റൊന്ന് വെൽഫെയർ ആണ്. വെൽഫെയർ മോട്ടീവാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ചൈനയെ നമുക്ക് പ്രസന്റ് ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. ഇനി മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ഇക്കോണമി നേരെ വ്യത്യസ്തമായിട്ടുള്ള ഇക്കോണമിയാണ് എന്ത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇവിടെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഓർഗനൈസ്ഡ് ത്രൂ ദ മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. മാർക്കറ്റില് നമുക്കറിയാം ഡിമാൻഡ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഈ മാർക്കറ്റിലാണ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച് തുടങ്ങിയ എല്ലാ ഡിസിഷൻസും. ഇവിടുത്തെ ഫീച്ചേഴ്സ് പറഞ്ഞാല് ദർ ഈസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. എല്ലാ സ്വത്തും ഇൻഡിവിജ്വൽസിന്റെ അടുത്തായിരിക്കും. സ്വാഭാവികമായിട്ടും ഇൻഡിവിജ്വൽസിന്റെ അടുത്തായതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽസും ആഗ്രഹിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ഓരോ പ്രൊഡ്യൂസേഴ്സും ഓരോ സെല്ലേഴ്സും ഓരോ ബയേഴ്സും ആഗ്രഹിക്കുന്ന എന്താണ്, മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് എക്കോണമിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്, പ്രോഫിറ്റ് മോട്ടീവാണ്. പിന്നെ ഇവിടെ നേരത്തെ ഒരു സെൻട്രൽ പ്ലാൻ നമ്മളവിടെ പറഞ്ഞു. അവിടെ സെൻട്രൽ പ്ലാൻ ആണെങ്കിൽ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് മെക്കാനിസം എന്ന് പറയും. ഇത് മാർക്കറ്റില് ആവശ്യക്കാരുടെ ഡിമാൻഡും കൊണ്ടുവരുന്നവരുടെ സപ്ലൈയും അടിസ്ഥാനത്തിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് മാർക്കറ്റ് എക്കോണമി. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാർക്കറ്റിലാണ്. മാർക്കറ്റിൽ പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. പ്രൈസ് മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. അപ്പോ ഇവിടുത്തെ ഫീച്ചർ എങ്ങനെയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് USA ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് ഒക്കെ നമുക്ക് അങ്ങനെ പറയാം എക്സാമ്പിൾ ആയിട്ട്. ഇനി മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും ഒരു മിക്സ്ചർ ആണ്. അതുകൊണ്ടാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്തെ ഫീച്ചേഴ്സും നമ്മൾ കാണും. പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കാണും, പബ്ലിക് പ്രോപ്പർട്ടിയും കാണും, വെൽഫെയർ മോട്ടീവും കാണും, അതുപോലെ പ്രോഫിറ്റ് മോട്ടീവും കാണും. ദർ ഇസ് എ സെൻട്രൽ പ്ലാൻ ആസ് വെൽ ആസ് പ്രൈസ് മെക്കാനിസം വർക്കിംഗ്. രണ്ടും വർക്ക് ചെയ്യും സൈമൾട്ടേനിയസ് ആയിട്ട്. അപ്പൊ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ രണ്ടിന്റെയും കൂടി ഒരു ബ്ലെൻഡ് ആണുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ മിക്സഡ് എക്കോണമി. ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു മിക്സഡ് എക്കോണമിയുടെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് 3 ടൈപ്പ് ഓഫ് എക്കോണമീസ് എങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുമെന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ടേമായ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് മൈക്രോ എക്കണോമിക്സ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് പറയുന്നത്. പോസിറ്റീവ് ഇക്കണോമിക്സ്, നോർമറ്റീവ് ഇക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 2 ടേംസ് ആണ്. There are more than one mechanisms to solve the central problems of an economy. സെൻട്രൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഒന്നിലധികം വഴികളുണ്ട്. In positive economic analysis, we study how a mechanism functions. ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഉപാധി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് പോസിറ്റീവ് എക്കണോമിക്സ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത്, ഈ നോർമറ്റീവ് എക്കണോമിക്സ് വി ഇവാലുവേറ്റ് ദ മെക്കാനിസം. ഇത് നല്ലതാണോ മോശമാണോ, വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് എന്ത്, നോർമറ്റീവ് എക്കണോമിക്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയാണ് COVID-19 കാലഘട്ടത്തിൽ റേഷൻ കടകളിലൂടെ എന്താണ് ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തു, അല്ലെ, റേഷൻ കിറ്റുകൾ കൊടുത്തു എന്നുള്ളത് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ഇക്കണോമിക്സ്. വാട്ട് ഹാസ് ഹാപ്പൻഡ്, വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് നൗ ഗോയിങ് ഓൺ എന്ന് പറയുന്നതാണ് എന്ത്, പോസിറ്റീവ് ഇക്കണോമിക്സ്. പക്ഷേ നമ്മൾ അടുത്ത് പറയാണ് ഭക്ഷ്യ കിറ്റുകൾ കൊടുത്ത് നന്നായി, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടിരുന്നത്, ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, നോർമറ്റീവ് ഇക്കണോമിക്സ്. അപ്പൊ പോസിറ്റീവ് ഇക്കണോമിക്സിൽ ഇറ്റ് ഗീവ്സ് ആൻസർ ഫോർ വാട്ട് ഈസ്, എന്താണ് നടക്കുന്നതെന്ന് പറയുന്നതാണ് എന്ത്, പോസിറ്റീവ് ഇക്കണോമിക്സ്. ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കുന്നു COVID-19 റേഷൻ കടകളിലൂടെ, that is what is something happening. Whereas when it is good or bad, അല്ല മറ്റൊരു തരത്തിൽ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്, normative economics. So normative economics try to answer for the question what ought to be, എന്തായിരിക്കണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത്, നോർമറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഇതിനെ കുറിച്ചാണ് പറയുന്നത് പോസിറ്റീവ് എക്കണോമിക്സ്. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ജസ്റ്റ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം.
മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബുക്ക്, നമ്മുടെ +2 ഇക്കണോമിക്സ് 2 മേജർ ടോപ്പിക്സ് ആരാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോമിക്സ്. ജസ്റ്റ് എന്താണെന്ന് നോക്കാം. മൈക്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് സ്മോൾ എന്നാണ്, ചെറുതെന്നാണ്. മാക്രോ എന്ന് ഓഫ് കോഴ്സ് ലാർജ് എന്നാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് മീനിങ് ആണ്. മൈക്രോ പഠിക്കുന്നത് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക്സ് യൂണിറ്റ്സ്. ഓരോ ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള പഠനമാണ്, ഓരോ വ്യക്തികളുടെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, മൈക്രോ എക്കണോമിക്സ് വരുന്നത്. വെറസ് മാക്രോ സ്റ്റഡീസ് ദ എക്കോണമി ആസ് എ ഹോൾ. മാക്രോയില് മൊത്തം ഇക്കോണമിയെ കുറിച്ചുള്ള പഠനമാണ് മാക്രോയിൽ വരുന്നത്, മൊത്തം ഇക്കോണമിയുടെ കാര്യങ്ങളാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ മൈക്രോയിൽ നമ്മൾ ഇൻഡിവിജ്വൽ പ്രൈസ്, ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, മാക്രോ എക്കണോമിക്സിൽ നമ്മൾ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട് അല്ലെ, ഇക്കോണമിയുടെ ഔട്ട്പുട്ട്, അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ മൊത്തമുള്ള എംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുക. മൊത്തം ഇക്കോണമിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മാക്രോയിൽ പഠിക്കുക. മൈക്രോയിൽ നമ്മൾ ഇൻഡിവിജ്വൽസിനെ ബാധിക്കുന്ന കാര്യമാണ്, ഇൻഡിവിജ്വലിന്റെ ഇൻകം, ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഇൻഡിവിജ്വൽ സപ്ലൈ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പഠിക്കുക. നമ്മൾ ബുക്കിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മൈക്രോയിലും മാക്രോയിലും നമ്മൾ പഠിക്കുന്ന ഡിഫറെന്റ് ടോപ്പിക്സുകളെ കുറിച്ച് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ whatever it is, മൈക്രോ ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ മാക്രോ ഇക്കോണമി ആസ് എ ഹോളിനെ കുറിച്ച്, മൊത്തം ഇക്കോണമിയെ കുറിച്ച് പറയുന്നു. ഇതാണ് മൈക്രോ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് മൈക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.